നഗരത്തിലെ ഒന്നാം തരം സമോസ. സമൂസേ, എനിക്കിനി ഒരു സെക്കൻഡ് പോലും കാത്തിരിക്കാൻ കഴിയില്ല. സമൂസേ 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 സമൂസേ. സമൂസയിലേക്ക് നോക്കിയത് മതി, ഈ ന്യൂസ് ഒന്ന് നോക്ക്. കോടീശ്വരനായ ബിസിനസ്സുകാരൻ സിംഗാനിയ സാറിന് അവരുടെ കുട്ടികൾക്ക് വേണ്ടി ട്യൂഷൻ ടീച്ചറിന് ആവശ്യമുണ്ടത്രേ. എന്നാ പിന്നെ നീ ചെന്ന് ട്യൂഷൻ പറഞ്ഞു കൊടുത്ത് പൈസ ഉണ്ടാക്ക്. ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് സമൂസ കഴിച്ചോളാം. ഓക്കെ മോട്ടു, എനിക്ക് മുമ്പ് ആരെങ്കിലും അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ അവിടേക്ക് എത്തട്ടെ. എന്റെ ചായക്കട ചേട്ടാ, വേഗം ഒന്ന് സമൂസ തരൂ. ഇപ്പൊ 10 രൂപ ജോലി കിട്ടി. ആദ്യത്തെ അവന്റെ ശമ്പളം കിട്ടിയ ഉടനെ ചേട്ടന്റെ കടഞ്ഞു തീർത്തിരിക്കും. ആദ്യത്തെ സാലറി കിട്ടിയതിന് ശേഷം മാത്രമേ സമോസ തരുള്ളൂ. വരൂ പത്ലു സാർ. നമസ്കാരം സാറേ. നമസ്കാരം സാർ. ദീപാവലിയുടെ അവധി കഴിഞ്ഞ എന്റെ കുട്ടികൾക്ക് എക്സാം ആണ്. പക്ഷെ രണ്ടുപേരും ഭയങ്കര വികൃതികളാ. പഠിത്തത്തിലാണെങ്കിൽ രണ്ടുപേർക്ക് ഒരു ശ്രദ്ധയില്ല. അവരുടെ ക്ലാസ് ടീച്ചർ പറഞ്ഞത് ഇത്തവണയെങ്കിലും അവരുടെ പഠനകാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവര് രണ്ടുപേരും എക്സാമിന് തോറ്റുപോകുമത്രേ. സാറിന് പിള്ളേരെ പഠിപ്പിക്കാൻ സമയമൊന്നും കിട്ടാറില്ല. അതുകൊണ്ടാണല്ലോ അവർക്ക് ട്യൂഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർക്കാണെ പഠിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് പഠിപ്പിക്കാൻ ആരെങ്കിലും വന്നാല് എന്തായാലും വികൃതി കാണിച്ചാൽ ഓടിക്കും. മാഷിനെ എന്ത് ചെയ്തു പറഞ്ഞ അതറിയണമെങ്കിൽ അങ്ങോട്ട് നോക്ക്. ആ പോന്ന ആളെ കണ്ടോ? അയാള് 2 ദിവസം ഇവിടെ പഠിപ്പിച്ചുള്ളൂ. പുള്ളിയുടെ അവസ്ഥ കണ്ടോ? ഇങ്ങനെയുള്ള ഭീകരന്മാരായ കുട്ടികളെ ഒന്നും എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ കുട്ടികളോട് പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാം. അവരിനി ആരെയും ഉപദ്രവിക്കില്ല. വരൂ എന്റെ കൂടെ. ഇതെന്റെ മോനാ ബണ്ടി, ഇത് പിങ്കി. മക്കളെ പ്ലീസ് പഠിത്തത്തിൽ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളെങ്ങാനും പ്രശ്നം ഉണ്ടാക്കിയാൽ എന്നെക്കാളും മോശക്കാരൻ പിന്നെ വേറെ എവിടെയും കാണില്ല. ഞാനിതൊന്നും കണ്ട് പേടിച്ചോടില്ല. വേഗം ബുക്ക് തുറക്ക്. നിങ്ങൾ എവിടെ ഇരിക്കുക? നിങ്ങളുടെ ഇരിപ്പിടം കൂടി തകർന്നില്ലേ? സാറേ, നിങ്ങൾ ഈ കസേരയിലോട്ട് അങ്ങോട്ട് ഇരുന്നോ. മര്യാദക്ക് മിണ്ടായിരുന്നു പഠിച്ചോണം, അല്ല ഞാൻ സാറിനോട് പറഞ്ഞു കൊടുക്കും. രാമു ചേട്ടാ, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുമോ പ്ലീസ്? വെള്ളം എങ്ങനെയാ കുടിക്കുക? അതിന് കൈ ആവശ്യമാണല്ലോ. എന്ത് ചെയ്യും? അല്ല, എന്റെ കൈക്ക് എന്താ പറ്റിയേ? എന്തായി ചെയ്തിരിക്കുന്നത്? എന്റെ രാമു ചേട്ടാ, നിങ്ങളും ഈ കുട്ടികളുടെ കൂടെ കൂടിയോ? അവധിക്കാലമൊക്കെ പിള്ളേരെ പഠിപ്പിക്കുമല്ലേ, ഇങ്ങനൊക്കെ ഉണ്ടാവും. ഈ ചെയറിൽ ഗ്ലൂ ഒട്ടിച്ചിട്ട് എന്നെ വിരട്ടി ഓടിക്കാൻ നോക്കണോ? ഇപ്പൊ കണ്ടോളൂ നിങ്ങളൊക്കെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. എന്താ പത്ലു, എന്താ പറ്റിയത്? ആ കുട്ടികള് ഭയങ്കര പ്രശ്നക്കാരാ. ഞാൻ അവിടെ പഠിപ്പിക്കാൻ പോവില്ല. എത്ര നല്ല ജോലിയായിരുന്നു. പക്ഷെ ആ വികൃതി കുട്ടികൾ എന്നെ അത് ചെയ്യാൻ അനുവദിക്കുന്നില്ലല്ലോ. അവിടുത്തെ വേലക്കാരൻ ചേട്ടൻ അവരോടൊപ്പം കൂടിയിരിക്കുക. നമ്മൾ ആരുടെ മുന്നിലും അങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ല. വരൂ പത്ലു, ഇപ്രാവശ്യം ഞാനും നിന്റെ കൂടെ വരാം. ഇന്നവർക്ക് നമ്മൾ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം.
ഇപ്പൊ ഞാൻ വന്നില്ലേ, ഇവരുടെ തന്ത്രങ്ങളൊന്നും നമ്മളടുത്ത് ഫലിക്കില്ല. ഞങ്ങൾ ഈ കയറി കുടുങ്ങി വീഴാനൊന്നും പോകുന്നില്ല. ഇനി കുറച്ചുകൂടെ നല്ല ഐഡിയ ഉണ്ടെങ്കിൽ ആലോചിക്കാൻ നോക്ക്. ഞാൻ രക്ഷപ്പെട്ടു. ഈ ഐഡിയ പുതിയതാണല്ലോ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. മര്യാദക്ക് പഠിക്കാനുള്ളതൊക്കെ പഠിച്ചോ. പിന്നെ എനിക്ക് വരുന്ന ദേഷ്യം കണ്ടിട്ട് നിങ്ങൾ ആരും കരഞ്ഞേക്കരുത്. പത്തുലു, ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. നീ പഠിപ്പിക്കാൻ തുടങ്ങിക്കോ, ഞാൻ പിള്ളേരുടെ കൂടെ ഇരുന്നോളാം. എന്തായാലും മണിയടിച്ചാൽ പ്രശ്നമാവും. എന്തോന്ന് പ്രശ്നം? ഞാനിപ്പോ അടിച്ചു കാണിക്കാം. അതെന്താണ്? വരുമ്പോ കണ്ടാ മതി. അല്ല, ഈ ട്രെയിൻ എവിടേക്കാ പോകുന്നേ? കാത്തിരുന്ന് കണ്ടോളൂ. ഇതിലെന്തോ പ്രശ്നമുണ്ട്. എന്തോ സംഭവിക്കാൻ പോവാണ്. എന്റെ പത്തില് നീ ഇങ്ങനെ പേടിക്കല്ലേ, ഒന്നും സംഭവിക്കില്ല. ഞാനില്ലേ ഇവിടെ. ഞാൻ പഠിപ്പിക്കില്ല, ഞാൻ ഒരിക്കലും പഠിപ്പിക്കില്ല. ഇവരൊക്കെ എന്ത് പ്രശ്നമുണ്ടാക്കിയാലും നമ്മൾ ഇവിടം വിട്ട് പോവില്ല. ഇവരെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. അത് പൂർത്തീകരിച്ചിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഞാൻ നിന്റെ കൂടെ ഉണ്ട് പത്തിലു. രാമചേട്ടാ, നിങ്ങൾ നിങ്ങളുടെ പഴയ കസേലയിൽ ചെന്ന് ഇരുന്ന് കളയല്ലേ. ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടി ടേബിളും ചെയറും കൊണ്ടുവന്നിട്ടുണ്ട്. രാമു ചേട്ടനും ക്ലാസ്സിൽ ഇനി മുതൽ ഇരുന്നോളൂ. പക്ഷെ കുട്ടികളുടെ കൂടെ കൂടി വികൃതി ഒന്നും കാണിക്കാൻ പാടില്ല. പൊളിച്ചേ. ഞാൻ ഇനി കുട്ടികളോട് ഒരു കാര്യത്തിന് നിൽക്കൂല. നിങ്ങളെല്ലാം പുലിയാണെങ്കിൽ ഈ മാസ്റ്റർ സിംഹ. കുട്ടികളെ, മറ്റുള്ളവർ ഇങ്ങനെ വീഴുമ്പോഴൊക്കെ നമ്മൾ അത് കണ്ട് ചിരിക്കാറുണ്ട്. അതുപോലെ നിങ്ങളെങ്ങാനും എക്സാമിന് തോറ്റുപോയാൽ മറ്റുള്ള കുട്ടികളൊക്കെ നിങ്ങളെ കണ്ട് ചിരിക്കും. ആർക്കും നമ്മളെ നോക്കി ചിരിക്കാനുള്ള അവസരം നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. മോട്ടുപത്തിലോ സാറന്മാരെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ മുഴുവൻ അവധിക്കാലം എന്റെ കുട്ടികളെ പഠിപ്പിച്ചെന്ന്. ഞങ്ങൾക്കും വിശ്വാസം വരുന്നില്ല. നിങ്ങളുടെ കുട്ടികൾ മര്യാദക്കാരായെന്ന് മാത്രമല്ല, വളരെയധികം ഇന്റലിജന്റും ആയിരിക്കുക. അവരെ പഠിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് ഞങ്ങളുടെ വക കുറച്ച് ചോക്ലേറ്റ് ആണ്, പിങ്കിക്കും ബണ്ടിക്കും. ഞങ്ങൾക്കും നിങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഒരുപാട് രസമായിരുന്നു. അവധിക്കാലം കഴിഞ്ഞു പോയത് പോലും ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ എക്സാമിന് വേണ്ടി തയ്യാറാണ്. ഞങ്ങൾ ഇത്തവണ ക്ലാസ്സിൽ ഫസ്റ്റ് ആകും. ഇത് ഞങ്ങളുടെ വക നിങ്ങൾക്കുള്ള ലഡു. ലഡു എനിക്ക് ഭയങ്കര ഇഷ്ടമായത്.